ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു DIY ചെയ്യാൻ പോവാണ്. ഒരു വാച്ച് ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ ഈ അടുത്തിടെയായിട്ട് ഓൺലൈനിൽ കുറേ ഒരു സൈറ്റിൽ എന്താണ് ഗോൾഡൻ ജ്വല്ലറി സൈറ്റിൽ നല്ല ആൻറ്റി ഗോൾഡിൻ്റെ സ്ട്രാപ്പുള്ള വാച്ചസ്, പിന്നെ കുന്തൻ്റെ വർക്കുള്ള വാച്ചും എല്ലാം ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ അത് റിയൽ ഗോൾഡ് അല്ലെങ്കിൽ അത് സിൽവറിൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആണ്. പക്ഷേ എനിക്കതൊന്നും വാങ്ങിക്കാനും പറ്റൂലായിരുന്നു, എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇമിറ്റേഷൻ ഒട്ടും കണ്ടുമില്ല എങ്ങും. പിന്നെ ഞാൻ വിചാരിച്ചു വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം അല്ലേ. അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന പണ്ടത്തെ ഏതെങ്കിലും വാച്ച്, ബ്രാൻഡഡ് ഒന്നും അല്ല, ഏതെങ്കിലും ചാത്തൻ വാച്ച് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കടയിൽ പോയി ഒരു ചീപ്പായിട്ടുള്ളൊരു വാച്ച് വാങ്ങിക്കാം. അപ്പം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു വാച്ച് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു വാച്ച് മാത്രം പോയി വാങ്ങിച്ചു. ഇത് ഇവിടുത്തെ കടയിൽ നിന്ന് വെറുതെ വാങ്ങിച്ചതാണ്. കണ്ടാൽ തന്നെ അറിയാം ക്വാളിറ്റി ഒന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഡയൽ എനിക്ക് ഇഷ്ടമായി, നല്ലൊരു ഡയലാണ്. പിന്നെ ഇത് ഊരിയെടുക്കാനും എളുപ്പമാണ്. പിന്നെ ഈ സാധനവും എനിക്ക് പിന്നീട് വേറെ ഏതെങ്കിലും പ്രോജക്റ്റിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഡയൽ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ 2 ഓപ്ഷൻസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും ചെയ്ത് കാണിച്ചു തരാം. അതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും പറയണേ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഡയലൊന്ന് ഊരിയെടുക്കട്ടെ. ദേ, ഞാൻ ഡയൽ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഓപ്ഷൻ കാണിച്ചു തരാം. ഇത് മറ്റേ മാത്താപ്പെട്ടിയാണ്, കണ്ടോ? ഇതിങ്ങനെ വെക്കുന്ന, ഇപ്പം ഇങ്ങനത്തെ ഹെയർ ആക്സസറീസൊക്കെ ഉണ്ടല്ലോ, ഇതിനോട് ഒരു നെറ്റ് ചുട്ടി ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ തലയിൽ അത് ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ നെറ്റ് ചുട്ടി അങ്ങോട്ട് ഊരിയെടുത്തു. ഒരു വട്ടത്തിൽ ഇതേ സാധനത്തിൻ്റെ ഒരു വലുതുണ്ടായിരുന്നു, അത് ഞാൻ ഊരിയെടുത്തു. അത് നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാം, കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഇതിനെ ഞാൻ വിചാരിച്ച് കയ്യിൽ ഇട്ടാൽ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളൊരു വാച്ച് ആവൂലേ. അപ്പോൾ ഇതിന് ഇത്രയും നീളം വേണ്ട. പിന്നെ പേടിക്കേണ്ട, ഇത് ഞാൻ പൊട്ടിക്കൊന്നുമല്ല, ഇത് ഊരിയെടുത്താൽ എനിക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആ വാച്ച് അത് യൂസ് ചെയ്യാത്ത ദിവസം എനിക്ക് ഇത് വേണം എന്നുള്ള ദിവസം തിരിച്ചെനിക്ക് ഫിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഇതൊന്ന് അഴിച്ച് പണി നടത്തട്ടെ. ദേ, റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ദേ, അകത്ത് നമുക്ക് നമ്മുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനൊരു ഹുക്ക് ഇട്ടിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. ഇതൊന്ന് ഇട്ട് തരാൻ ആരെങ്കിലും വിളിച്ചാൽ മരുവില്ല. ടൈറ്റായിട്ട് പിടിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ ആക്ച്വലി എനിക്ക് കുന്തൻ്റെ വാച്ചായി, കണ്ടോ? ബ്യൂട്ടിഫുൾ അല്ലേ? ഇതാണ് ഓപ്ഷൻ 1. ഓക്കെ, ഇതേ. ഇനി അടുത്ത ഞാൻ കാണിച്ചു തരാം. ഇനി ഓപ്ഷൻ 2 എന്ന് പറയുന്നത് ഈ ചോക്കേഴ്സ് വെച്ചിട്ടാണ്. ഓക്കെ, ഇതിന് കുറച്ച് കിലുക്കാമണികളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് കയ്യിൽ കിലുക്കി നടക്കാൻ വേണ്ടിയുള്ളതാണ്. പക്ഷേ എൻ്റെ ഇതിൽ വർക്ക് കുറച്ച് കൂടുതലാണ്. ഈ മുത്ത് കുറച്ചെടുത്ത് ഇനി ഈ സൈഡിലും കൂടി ഇട്ടാലേ അതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ. എന്തായാലും നമുക്കിത് ഫുൾ ലെങ്ത്ത് വേണ്ടാത്തതുകൊണ്ട് ഇവിടെ നിന്നുള്ള മുത്തെടുത്ത് ഞാൻ ഇവിടെ പിടിപ്പിക്കാൻ പോവാം. ഞാൻ ഈ മാല നശിപ്പിക്കണമൊന്നുമില്ല. ഞാൻ ഇത് ആവശ്യമുള്ളപ്പോൾ എനിക്ക് തിരിച്ച് മാലയായിട്ട് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ചിട്ട് നന്നാക്കിയിട്ട് കാണിച്ചു തരാം. ഫൈനലി തീർത്തു. 2 സൈഡും വെച്ചു ഞാൻ. കണ്ട, പഴുതാര പോലെ ആയിട്ടുണ്ട്, കണ്ട. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്, ഇതിൽ നിന്ന് മുത്തെടുത്തപ്പോൾ ഇത് പണ്ട് കരീന കപൂറിൻ്റെ ഒരു സ്റ്റൈലുണ്ടായിരുന്നു, ഒരു കല്യാണത്തിന് അപ്പനെ ഇട്ടത്. കണ്ടോ? ഇനി എനിക്ക് ഇങ്ങനെ ഇടായത്, വെറുതെ മാലയൊന്നും ആക്കണ്ട. ഞാനിടൂല, എൻ്റെ മോൾക്കിടാമല്ലോ. അങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ടില്ലേ. അപ്പം ഇനി ഇത് അതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് വാച്ച് ഘടിപ്പിക്കട്ടെ. അത് തന്നെ, വാച്ച് കണക്ട് ചെയ്യട്ടെ. ഇതാ ഗൈസ്, ഇതും ചെയ്ത് കഴിഞ്ഞു. നോക്കിക്കേ, ഇതിങ്ങനെ കൈ കിടക്കുമ്പോൾ ഇരുന്ന് ആടിക്കൊണ്ടിരുന്നോളും. ഇത് കുന്തൻ പറയാം, പക്ഷെ ആർട്ടിഫിഷ്യലാണ്. ഈ കിലുക്കം നല്ല രസമുണ്ട്. ഇവിടെ നമുക്ക് അഗൈൻ ചെയിൻ ഞാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടൈറ്റാക്കാൻ ലൂസാക്കാൻ ചെയ്യാം, ഒരു ബ്രേസ്ലെറ്റ് പോലെ, പക്ഷെ വാച്ച്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് എന്നെ ഒന്ന് അറിയിക്കണേ. ആദ്യത്തെ ആണോ അതോ ഇതാണോ എന്നുള്ളത്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് 3ാമതൊരു സാധനം കൂടി കിട്ടിയില്ലേ, അതേ നെറ്റിച്ചുട്ടി. അതാ പറഞ്ഞ, ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴാണ് പുതിയ ഓരോ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പം ഞാൻ ഇതുപോലെ, നിങ്ങളിനി ഇതിനു വേണ്ടി പുതിയ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട. കയ്യിൽ എന്തെങ്കിലും സാധനങ്ങൾ ലൈക്ക് മാലയോ ബ്രേസ്ലെറ്റോ പഴയതോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഇങ്ങനത്തെ ഒരു വാച്ചിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കുക. എൻ്റെ കയ്യിൽ ആക്ച്വലി ആൻറ്റീക്കിൻ്റെ സാധനങ്ങളുണ്ടായി, പക്ഷെ എനിക്കത് പൊട്ടിക്കാൻ മനസ്സ് വന്നില്ല. ഇതാണെങ്കിൽ ചാത്തൻ സാധനം, അത് പൊട്ടിച്ചാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം അത് നല്ല വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ.
അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ആ വിചാരിച്ച പോലത്തെ ആ കടയിലെ കണ്ടതുപോലെ തന്നെ എനിക്ക് കിട്ടിയാണ്. പക്ഷെ കുഴപ്പമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ സ്ട്രാപ്പും ഉണ്ട്, കുന്തൻ്റെ സ്ട്രാപ്പും ഉണ്ട്. അപ്പോൾ ഇനി ഇങ്ങനത്തെ DIYകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.